ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂറുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ നദോന്നതാവൃത്തത്തിലുള്ള വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിലുള്ള വനാന്ത സംഗീതം എന്ന കവിത. സന്താപങ്ങൾ മറപ്പിച്ചു നിർവാണത്തിൽ മുക്കിയിടുന്ന ശാന്തമാകുമീ വനാന്ത സംഗീതമേതോ അജ്ഞാനമം തീമീരമെൻമിഴിയിൽ വളരുന്ന തഞ്ജനമായി മാറ്റിയിടുമീ സംഗീതമേതോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ. കർമ്മപാശ സമൂഹത്തെ കാളിന്തി നികുഞ്ചമാക്കി നിർമ്മിച്ചിടുമീ സുന്ദര ഗാന്ധർവമേതോ. വിൺമൂത്രാദിപൂർണദേഹ വൈതരണി വാഹിനിയെ വിണ്ണതിയായൊഴുക്കുമീ നൽസതിരേതോ. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ. മൂക്കുകയർ പോലെയുള്ള വേദനിധി വിശേഷത്തെ മൂക്കുകയർ പോലെയുള്ള വേദവിധി നിഷേധത്തെ മുക്കുത്തിയായി പണിയുമീ കച്ചേരിയേതോ. അത്തൽ കണ്ണീർ കണങ്ങളെ പുത്തൻ മുത്തുമാലയാക്കി കോർത്തിടുമീ ദിവ്യഗാന വൈഖരിയേതോ. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ. മായാവരണത്തെയവഗുണ്ഠനമായി പേർപ്പിച്ചിടും ഈ ആനന്ദ സാന്ദ്രരാഗ വിസ്താരമേതോ. ശൂന്യമായ സംസാരമാം മരുവിനെ നന്ദനമായി മിന്നിക്കുമീ മുഗ്ധമധുരാലാപം ഏതോ. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ
ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ. പെട്ടെന്നതിസൂക്ഷ്മങ്ങളാം നിത്യസുപ്ത ശീരകളെ തട്ടിയുണർത്തിയിടുന്നോരീ ശാരീരമേതോ മദ്രസനമണ്ഡൂകത്തെ കോകിലമായി ചമയ്ക്കുമീ ചിദ്രസാർദ്ര ശബ്ദ ബ്രഹ്മ പീയൂഷമേതോ. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ. കാലനെന്നെ കുഞ്ചിരാമനാക്കാൻ വേണ്ടി കെട്ടിച്ചിടും ആലാസിനെ ഏലസാക്കുമീ നാദമേതോ. തീവളയും തീപ്പാലത്തെ പൂച്ചെടികൾ ചൂഴും നടക്കാവായി തിരുത്തിയിടും ശുദ്ധ കണ്ഠമിതേതോ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ. തിണ്ണമന്തപുരേ വാഴും ജീവഗോപിയുടെ മഞ്ഞിൻ കണ്ണിരണി ചെമ്പനി നീ പൂങ്കവിളീനേ തന്നുദയരാഗമാകും നീരാളം കൊണ്ടൊപ്പിയൊപ്പിതണ്ണ മാറ്റൂമീ വനാന്ത സംഗീതമേതോ. തന്നുദയരാഗമാകും നീരാളം കൊണ്ടൊപ്പിയൊപ്പിതണ്ണ മാറ്റൂമീ വനാന്ത സംഗീതമേതോ. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 962 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിൻ്റെ കൊടികയറുന്ന ദിവസം കൂടിയാണ്. ഏപ്രിൽ 3-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ആലപ്പുഴ കലവൂർ ശ്രീ മാരൻകുളങ്ങര ദേവി ക്ഷേത്ര സന്നിധിയിലാണ് ഈ സത്രം നടക്കുന്നത്. എല്ലാ ദിവസവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനത്തോടുകൂടി ആരംഭിച്ച് ശ്രീമദ് ഭാഗവത മൂലപാരായണം, അതോടൊപ്പം തന്നെ രാവിലെ 5 മുതൽ 8:30 വരെയാണ് പാരായണം. ഉച്ചയ്ക്ക് 1 മണി വരെ തുടർന്ന് പ്രഭാഷണം. 1 മുതൽ 2 വരെ ശ്രീമന്നാരായണീയ പാരായണം. 2 മുതൽ 6 വരെ വീണ്ടും വിവിധങ്ങളായ പ്രഭാഷണങ്ങൾ. 6 മുതൽ 9 വരെ ഇതര
പുരാണ ഇതിഹാസങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ, 9 മണി മുതൽ ഭജന, നാമസങ്കീർത്തനം തുടങ്ങിയ ക്ഷേത്രകലകളുടെ ആവിഷ്കാരം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ഈ ഏറ്റവും വലിയ ആധ്യാത്മിക വിദ്വൽ സദസ്സ് ആലപ്പുഴയിൽ വെച്ച് നടക്കുന്നത്. ഇന്ന് സത്രം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി 3 മണിക്ക് 16,008 ഗോപികമാരുടെ സംഗമം, 4 മണിക്ക് രഥഘോഷയാത്രകൾക്ക് സ്വീകരണം, തുടർന്ന് വിഗ്രഹപ്രതിഷ്ഠ, കൊടിയേറ്റ്, വൈകിട്ട് 5-ന് സത്ര സമാരംഭ സഭ എന്നിങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ വർഷത്തെ സത്രം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാർ അവർകളാണ്. ഈ യജ്ഞത്തിൽ ശനിയാഴ്ച 5-ാം തീയതി കാലത്ത് 10:30 മുതൽ 11:30 വരെ ബ്രഹ്മനാരദ സംവാദം, അവതാര ലീലാവർണ്ണനം എന്നിങ്ങനെയുള്ള ആ അധ്യായങ്ങളെ അനുസ്മരിക്കാൻ, പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കാൻ ഈയുള്ളവനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ സമയമാണ്. 10:30 മുതൽ 11:30 വരെയുള്ള സമയത്താണ് ഈ പ്രഭാഷണം നടക്കുക. ഓരോ ദിവസവും ഇത്തരത്തിൽ നിരവധി ഭാഗവത ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി എല്ലാവരെയും അറിയിച്ചും കൊണ്ടാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം 12-ാമത്തെ സ്കന്ധത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ അനുസ്മരിച്ചത്. ഇവിടെ മാർക്കണ്ഡേയ മഹർഷിയുടെ മുമ്പിൽ ഭഗവാൻ നൽകുന്ന വരദാനം, അതാണ് നമ്മൾ കേട്ടത്. അവിടെ പറഞ്ഞു, നതേ മയ്യച്യുതേജേചാഭിധാമണ്വപി ചക്ഷതേ നാത്മനശ്ച ജനസ്യാപി തദ്യുഷ്മാൻ വയമീമഹി. അവിടെ ഭഗവാൻ ഭക്തനെ വന്ദിക്കുകയാണ്, പറയുകയാണ്, ബ്രാഹ്മണരെ എന്തുകൊണ്ടാണ് തനിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ബ്രഹ്മാവും മഹാദേവനും വിഷ്ണുവുമൊക്കെ ബ്രാഹ്മണരെ പൂജിക്കുന്നത് എന്നാണെങ്കിൽ ആ ബ്രാഹ്മണർ ശ്രീഹരിയിലും ബ്രഹ്മാവിലും എന്നിലും ഭേദഭാവനയില്ലാത്തവരാണ്, എല്ലാവരും ഒരേപോലെ കാണുന്ന ആളാണ്. തേ മയി അച്യുതേ അജേച, എന്നിലും അച്യുതൻ, ശ്രീഹരിയിലും അജൻ, ബ്രഹ്മാവിലും ഒരേപോലെ ചിന്ത ഉള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കും ഇതരന്മാർക്കും തമ്മിൽ, അവർ മറ്റുള്ളവരെ വേറെ എന്ന് കാണുന്നില്ല, അണുമാത്ര ഭേദമില്ല. അതുകൊണ്ടാണ് ബ്രാഹ്മണരായിട്ടുള്ള നിങ്ങളെ ഞങ്ങൾ ഭജിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പ്രത്യേകമായി പൂജിക്കുന്നത്, വന്ദിക്കുന്നത്. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാശ്ചേതനോജ്ജിത തേ പുനന്തിരുകാലേന യൂയം ദർശനമാത്രത. ഇവിടെ പറയുകയാണ്, നഹ്യമ്മയാനി തീർത്ഥാനി, അമ്മയാനി തീർത്ഥാനി, ജലമയങ്ങളായിരിക്കുന്ന തീർത്ഥങ്ങളും, ചേതനോജ്ജിതാ ദേവ, ചേതനാരഹിതങ്ങളായ ദേവവിഗ്രഹങ്ങളും, ദർശനമാത്രതഃ ന പുനന്തി, ദർശനക്ഷണത്തിൽ, ദർശനമാത്രയിൽ തന്നെ നമ്മളെ ശുദ്ധീകരിക്കുന്നില്ല. തേ അവ ഉരുകാലേന പുനന്തി, വളരെ കാലം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കും. യൂയം, നിങ്ങളോ, അല്ലയോ മാർക്കണ്ഡേയ മഹർഷേ, നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങൾ, അവര് ദർശനമാത്രതഃ പുനന്തി, ദർശനക്ഷണത്തിൽ, കാണുന്ന സമയത്ത് തന്നെ എല്ലാവരെയും ശുദ്ധീകരിക്കണം. ഇപ്പം ജലസ്വരൂപങ്ങളായ തീർത്ഥങ്ങൾ നമ്മളെ ശുദ്ധീകരിക്കും, പക്ഷെ അത് കുറേ കാലം കൊണ്ടാണ്. ചേതനാവിഹീനങ്ങളായ ബിംബങ്ങളും നിരന്തരമായ പൂജ കൊണ്ട് അതിൽ തേജസ് വർദ്ധിക്കുമ്പോഴാണ് അതിൽ ചേതനയുണരുന്നതും ആ ചേതന കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കുന്നത്. എന്നാൽ നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ എല്ലാ സമയവും, അല്ലെങ്കിൽ ദർശനമാത്രയിൽ തന്നെ, കാണുമ്പോൾ തന്നെ, എപ്പോഴാണോ പാപികൾ നിങ്ങളെ കാണുന്നത് ആ സന്ദർഭത്തിൽ തന്നെ അവരുടെ പാപങ്ങൾ ഇല്ലാതെയാവണു, അവര് പരിശുദ്ധരായി തീരുകയും ചെയ്യുന്നു. ബ്രാഹ്മണേഭ്യോ നമസ്യാമോ യേസ്മദ്രൂപം ത്രയീമയം
ബിഭ്രത്യാത്മസമാധാന തപസ്വാധ്യായ സംയമൈ. ആത്മസമാധാനം, ചിത്തൈകാഗ്രത, തപ ആലോചനം, സ്വാധ്യായം വേദപാഠം, സംയമ ഇന്ദ്രിയ നിഗ്രഹം. ഇതുകൊണ്ട് ത്രയീമയം അസ്മദ്രൂപം, ഏതൊരാളുകളാണോ വേദമയങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ സ്വരൂപത്തെ ബിഭ്രതി ഭരിക്കുന്നത്, തേഭ്യ ബ്രാഹ്മണഭ്യ, ആ ബ്രാഹ്മണർക്കായിക്കൊണ്ട് നമസ്യാമ, ഞങ്ങൾ അങ്ങോട്ട് നമസ്കരിക്കുന്നു. ആരാ പറയണത്? സാക്ഷാൽ മഹാദേവൻ. അപ്പം ചിത്തത്തെ ഏകാഗ്രമാക്കി വയ്ക്കുകയും സൂക്ഷ്മമായ ആത്മതത്വ വിചാരത്തിൻ്റെ തപസ്സു ചെയ്യുകയും വേദം പഠിക്കുകയും വാക്കുകളാകുന്ന അല്ലെങ്കിൽ വാഗാദികളാകുന്ന ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുകയും അടക്കുകയും ചെയ്യുന്നത്, അങ്ങനെ ഈ പ്രവൃത്തികൾ കൊണ്ട് വേദമയമായ ഞങ്ങളുടെ സ്വരൂപത്തെ ആരാണോ ഹൃദയത്തിൽ ധരിക്കുന്നത് അവരെ ഞങ്ങൾ ഭജിക്കുന്നു എന്നാണ്. അവരെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അവർ ഞങ്ങളെ നമസ്കരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് തുല്യരാണ് അവര്. ഭഗവാൻ ഭക്തവത്സലനാണ് എന്ന് കാണിക്കുകയാണ്. ബ്രാഹ്മണപ്രിയൻ എന്ന് പറഞ്ഞാൽ കേവലം വേഷത്തിൽ ബ്രാഹ്മണനാണ് എന്നുള്ളത് കൊണ്ടല്ല, അവരുടെ വേഷത്തിലും ഭാഷയിലും നോക്കിലും വാക്കിലും മനസ്സിലുമൊക്കെ ആ ബ്രഹ്മത്തെ അറിഞ്ഞവരാണ് എന്നുള്ളത് കൊണ്ടാണ് അവരെ ഞങ്ങൾ ആദരിക്കുന്നത്. അവർ ഞങ്ങളെ നമസ്കരിക്കുമ്പോൾ തിരിച്ചു ഞങ്ങളും അവരെ നമസ്കരിക്കുന്നു. ശ്രവണാൽ ദർശനാദ്വാപി മഹാപാതകിനോപി വാ ശുദ്ധ്യേരന്നന്ത്യജാശ്ചാപി കിമു സംഭാഷണാദിഭി. വാ ശ്രവണാൽ, നിങ്ങളുടെ ചരിത്ര ശ്രവണം കൊണ്ട്, ദർശനാത് വാ അപി, കാഴ്ച കൊണ്ട്, മഹാപാതകിനഹ അപി, മഹാപാപികളായിട്ടുള്ള ആളുകൾ പോലും, അന്ത്യജാച, ചണ്ടാളന്മാരും, ശുദ്ധ്യേരൻ, ശുദ്ധരായി തീരുന്നു. കിമു സംഭാഷണാദിഭി, അങ്ങനെയെങ്കിൽ സംഭാഷണാദികൾ കൊണ്ട് ശുദ്ധമാകും എന്ന് പ്രത്യേകം പറയണോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ കഥകൾ കേൾക്കുക, നിങ്ങളുടെ ചരിത്രത്തെ കേൾക്കുക, നിങ്ങളെ നേരിട്ട് കാണുക. അങ്ങനെ ചെയ്താൽ മഹാപാപികൾ പോലും, പ്രത്യേകിച്ച് നീചന്മാരായ ചണ്ടാള വംശത്തിൽപ്പെട്ട ആളുകൾ പോലും, അല്ലെങ്കിൽ ചണ്ടാളന്മാർ പോലും ശുദ്ധരായി തീരും എന്നിരിക്കെ, സംഭാഷണാദികൾ നിങ്ങളെ കാണുക മാത്രമല്ല നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുക കൂടി ചെയ്താൽ അവർ ശുദ്ധരാവും എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതുണ്ടോ അല്ലേ? ആത്മീയയുടെ കഥയൊക്കെ നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് കാണിച്ചു തരുന്നതാണ്. നാരദ മഹർഷിയുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട്, അതേപോലെ നാരദ മഹർഷി പ്രാചീന ബർഹിസിനെ അനുഗ്രഹിച്ചത്, ഉപദേശം കൊടുത്തത്. അപ്പോൾ ഇത്തരം നാരദാദികളാകുന്ന സജ്ജനങ്ങൾ, ഭക്തന്മാരുമായിട്ടുള്ള സംഭാഷണം തന്നെ നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു, പാപങ്ങൾ കൊണ്ടുള്ള ദോഷങ്ങൾ തീർക്കണു, പാപവാസനകളും ഇല്ലാതെയാക്കണു എന്നാണ്. സൂതൻ തുടർന്ന് പറയുകയാണ്, ഇതി ചന്ദ്രലലാമസ്യ ധർമ്മഗുഹ്യോപബൃംഹിതം വചോമൃതായനമൃഷിർനാതൃപ്യൽ കർണയോ പിബൻ. ചന്ദ്രലലാമസ്യ, ചന്ദ്രനെ ഭൂഷണമായിട്ട് ധരിച്ചിരിക്കുന്ന ചന്ദ്രശേഖരൻ, ചന്ദ്രകലാധരൻ ആയിരിക്കുന്ന ദേവന്റെ, ഇതി ധർമ്മഗുഹ്യോപബൃംഹിതം, ധർമ്മത്തിൻ്റെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള അമൃതായനം വചഃ, അമൃതത്തിൻ്റെ ഇരിപ്പിടമായിരിക്കുന്ന വാക്കിനെ, അമൃതതുല്യമായ വാക്കിനെ, കർണയോ പിബൻ ഋഷി, കർണങ്ങളിൽ കൂടി പാനം ചെയ്ത ആ ഋഷി മാർക്കണ്ഡേയൻ, ന അതൃപ്യൽ, തൃപ്തനായില്ല എന്നാണ്. ഭഗവാൻ ചന്ദ്രമൗലി, ചന്ദ്രകലാധരൻ, അവിടുന്ന് ആ ഭഗവാന്റെ ധർമ്മരഹസ്യം നിറഞ്ഞ, അതിനെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള അമൃതതുല്യമായ വാക്കുകൾ കേട്ടിട്ട് അതിശ്രദ്ധയോടുകൂടിയാണ് മാർക്കണ്ഡേയ മുനി ഇത് കേൾക്കണത്. അത് കേട്ട മാർക്കണ്ഡേയന് അത് കേട്ടിട്ടും മതിയായില്ല. ഇതും സജ്ജനങ്ങളുടെ ഒരു സ്വഭാവമാണ്. ഭഗവാന്റെ കഥകൾ
കേട്ടിട്ട് മതിയാവുന്നില്ല. അല്ലേ? ഇവിടെ ശിശുബ്രഹ്മർഷിയുടെ അടുത്ത് പരീക്ഷിത്ത് പറയുന്നത് നമ്മൾ കേട്ടതാണ്. കൃഷ്ണാവതാരത്തിന് മുമ്പ് പലയിടത്തും കാണാൻ സാധിക്കും. എനിക്ക് തൃപ്തിയാവുന്നില്ല എന്ന് പറയുന്നത് പലയിടത്തും കേൾക്കാൻ സാധിക്കും. അവിടുത്തെ പിബന്ധം ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം എന്ന് കൃഷ്ണാവതാരത്തിന് മുന്നോടിയായിട്ട് പറയുന്നുണ്ട്. എനിക്ക് വിശപ്പോ ദാഹമോ അനുഭവപ്പെടുന്നില്ല. കാരണം എന്താ? അവിടുത്തെ ആ വാക്കുകൾ കേട്ടിട്ട്. അല്ലേ? പദവിസ്തരാൾ എന്ന് മറ്റൊരിടത്ത് പറയണു. നിത്യനൂതനാഹ, ഭഗവാന്റെ കഥകൾ നിത്യനൂതനമാണ്. നാതി തൃപ്യതി മേ ചിത്തം സുചിരം താപതാപിതം എന്ന് വേറൊരിടത്ത്. ഇപ്പൊ ഭക്തന്മാർക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ മതിയാവണില്ല. ഇവിടെ ഭഗവാൻ തന്നെ വന്ന് അനുഗ്രഹിച്ചപ്പോൾ, ആ മഹാദേവൻ തന്നെ വന്ന് വാക്കുകൾ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. സചിരം മായയാ വിഷ്ണോർഭ്രാമിത കർഷിതോ ഭൃശം ശിവവാഗമൃതധ്വസ്ത ക്ലേശപുഞ്ജസ്തമബ്രവീൽ. വിഷ്ണോഹോ മായയാ, വിഷ്ണുവിൻ്റെ മായയാൽ ചിരം ഭ്രാമിത, വളരെ കാലം ഭ്രമിക്കപ്പെട്ടവനും ഭ്രമിപ്പിക്കപ്പെട്ടവനും, ഭൃശം കർഷിത, ഏറ്റവും ക്ലേശിച്ചവനുമായിരിക്കുന്ന ആ മാർക്കണ്ഡേയൻ, ശിവവാഗമൃതധ്വസ്ത ക്ലേശപുഞ്ച, ശിവന്റെ വാക്കാകുന്ന അമൃത കൊണ്ട് നശിപ്പിക്കപ്പെട്ട ക്ലേശ സമൂഹത്തോടു കൂടിയവനായി തം അബ്രവീൽ, ആ ശിവനോട് പറഞ്ഞു എന്നാണ്. വിഷ്ണുവിൻ്റെ മായാശക്തിയിൽപ്പെട്ട് ക്വചിച്ഛോകം ക്വചിന്മോഹം, അല്ലേ? ആ രീതിയിൽ ഈ മായാസാഗരത്തിൽ കഷ്ടപ്പെട്ട ആളാണ് മാർക്കണ്ഡേയൻ. അത് വേണ്ടിയിരുന്നില്ല. മായയെ കാണണം എന്ന് നരനാരായണന്മാരോട് പറഞ്ഞപ്പോഴാണ് മായയെ കണ്ടതും അത് അനുഭവിച്ചതും. പിന്നെ അത് മായയാണ് തിരിച്ചറിഞ്ഞതും. അങ്ങനെ മായാശക്തി കൊണ്ട് വളരെ കാലം ഭ്രമിക്കപ്പെടുകയും വളരെയധികം ക്ലേശിക്കുകയും ചെയ്യുന്ന മാർക്കണ്ഡേയൻ, ആ മാർക്കണ്ഡേയൻ്റെ എല്ലാ ക്ലേശങ്ങളെയും ഇല്ലാതെയാക്കി. അമൃത കഴിച്ചാൽ എല്ലാ ദുഃഖങ്ങളും തീരണു, അമരനായി തീരണു. ഇതേപോലെ തന്നെ മഹാദേവന്റെ വാഗമൃതപാനം കൊണ്ട്, വാക്കാകുന്ന അമൃതപാനത്താൽ സംതൃപ്തനായി മഹാദേവനോട് പറഞ്ഞു. മായാശക്തി കുറച്ചു കാലം ഉണ്ടായുള്ളൂ, പക്ഷെ കുറേ കാലം എന്ന് തോന്നിച്ചു. അതുകൊണ്ടാണ് ബഹുകാലം എന്ന് അവിടെ സൂചിപ്പിച്ചത്. ചിരം, വളരെ കാലം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ആ മാർക്കണ്ഡേയൻ മഹാദേവനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന സൂതൻ്റെ ആ വാക്കുകൾ 27ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നു. നാളെ 28ാമത്തെ ശ്ലോകത്തോടു കൂടി ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും
വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ.
മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.